ലോക്സഭയിലും രാജ്യസഭയിലും വൻ പ്രക്ഷുബ്ധമാകുന്നു എന്നുള്ളതാണ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഡൽഹി പോലീസ് നീക്കത്തിനെതിരെ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എംപിയാണ് അത് അവതരിപ്പിച്ചത്. അതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രക്ഷുബ്ധമാകുന്ന ബഹളത്തിലേക്കൊക്കെ രാജ്യസഭ കടക്കുന്നതാണ് കണ്ടത്. ലോക്സഭയും സമാനമായ രീതിയിൽ ലോക്സഭയിലും വലിയ പ്രതിപക്ഷ ബഹളമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ജോൺ ബ്രിട്ടാസിനെ പിന്തുണച്ചിരിക്കുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ. ഐഷി ഘോഷിനെ വേട്ടയാടുന്നതിൽ രാജ്യസഭ വലിയ തരത്തിൽ പ്രക്ഷുബ്ധമായിരിക്കുന്നു. വലിയ ബഹളം അവിടെ ഉണ്ടാകുന്നു. ഐഷിക്കെതിരായ നീക്കത്തിൽ വലിയ പ്രതിഷേധം. ഡൽഹി പോലീസിനെതിരെ നടപടി വേണമെന്നത് തന്നെയാണ്. യൂണിഫോം പോലും ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനെത്തിയത് അതീവ ഗൗരവകരം എന്നുള്ളതാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. അടിയന്തരാവസ്ഥ കാലത്ത് ഇത് സമാനമായിട്ടുള്ള രീതിയിൽ നടന്നിട്ടുണ്ടാകും. അതേപോലത്തെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം. ഇതിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ജോൺ ബ്രിട്ടാസിനെ പിന്തുണച്ചു എന്നുള്ളത് ആണ്. രാകേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാകേഷ്, എന്തായാലും നമുക്കറിയാമായിരുന്നു, നേരത്തെ തന്നെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരുന്നു ഇക്കാര്യം ഇന്ന് രാജ്യസഭയിൽ ഉന്നയിക്കും എന്നുള്ളത്. സമാനമായ രീതിയിൽ തന്നെ രാജ്യസഭയിൽ ഇക്കാര്യം ഉന്നയിക്കുകയും വലിയ ബഹളത്തിലേക്കൊക്കെ പോകുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. രാജ്യസഭ ഇന്ന് 12 മണി വരെ പിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും മല്ലികാർജ്ജുൻ ഖാർഗെ പിന്തുണച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. എന്താണിപ്പോൾ രാജ്യസഭയിൽ നടന്നിരിക്കുന്നത്? സ്വാതി, രാജ്യസഭ സമ്മേളിച്ച ഉടൻ തന്നെ AKG ഭവനിൽ ഡൽഹി പോലീസ് കയറിയ നടപടി, SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഡൽഹി പോലീസിന്റെ നീക്കം, ഈ വിഷയമൊക്കെ തന്നെ ജോൺ ബ്രിട്ടാസ് ആണ് ഉന്നയിച്ചത്. പ്രത്യേകിച്ച് 2021 പഴയ കേസിന്റെ പേരിലാണ് പോലീസ് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ജോൺ ബ്രിട്ടാസ് വിശദീകരിച്ചു. വന്ന വനിതാ പോലീസ് യൂണിഫോമിലായിരുന്നില്ല, ആ നടപടിയാണ് താൻ ചോദ്യം ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചു. മാത്രവുമല്ല, ഐഷി ഘോഷ് ചെയ്ത ഏക തെറ്റ് ജന്തർ മന്ദിറിലെ സമരത്തിൽ പങ്കെടുത്തു, അതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളത് മാത്രവുമല്ല ഇതിലൂടെ ഒരു സന്ദേശം നൽകാനാണ് കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ ഡൽഹി പോലീസും ലക്ഷ്യം വിടുന്നത്. യുവാക്കളെ വെറുതെ വിടില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഭരണപക്ഷം പലപ്പോഴും ജോൺ ബ്രിട്ടാസ് സംസാരിക്കുന്ന തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് മല്ലികാർജ്ജുൻ ഖർഗെ സംസാരിച്ചത്. മല്ലികാർജ്ജുൻ ഖർഗെ ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ച കാര്യങ്ങളോട് പിന്തുണ നൽകിക്കൊണ്ടാണ് സംസാരിച്ചത്. പ്രത്യേകിച്ച് ഒരു ദേശീയ പാർട്ടിയുടെ ആസ്ഥാനത്താണ് പോലീസ് കയറിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഖർഗെയും പരാമർശിക്കുകയും ചെയ്തു. ഭരണപക്ഷം ഖർഗെയുടെ പ്രസംഗവും തടസ്സപ്പെടുത്തുന്നത്, ബഹളം വെച്ചുകൊണ്ട് തടസ്സപ്പെടുന്നത് കാണാമായിരുന്നു. ഏതായാലും അതിനുശേഷം മറുപടിയുമായി ഡൽഹി പോലീസിനെ പിന്തുണച്ചുകൊണ്ട് സഭാ നേതാവ് കൂടിയായ ഭരണപക്ഷത്തു നിന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡയാണ് രംഗത്ത് വന്നത്. അദ്ദേഹം ആ പോലീസ് നടപടിയെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. പോലീസിന്റെ നടപടി ഒരു സാധാരണ നടപടി മാത്രമാണ്, ലോ ആൻഡ് ഓർഡർ പാലിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടി മാത്രമെന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകിയത്. പകരം അദ്ദേഹം പഴയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഖർഗെക്ക് മറുപടി നൽകാൻ ശ്രമിച്ചത്. അതായത് താനും വിദ്യാർത്ഥി നേതാവായിരുന്നു, അടിയന്തരാവസ്ഥ കാലത്ത് താനും ജയിലിൽ കിടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് നഡ്ഡ വിശദീകരിക്കുകയും ചെയ്തത്. മാത്രവുമല്ല, ഈ ജോൺ ബ്രിട്ടാസ് ഈ വിഷയത്തെ സെൻസേഷണലൈസ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ഇതൊരു സാധാരണ നടപടി മാത്രമാണെന്ന് അദ്ദേഹം ന്യായീകരിക്കുന്ന കാര്യമാണ് കണ്ടത്. മാത്രവുമല്ല, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥി നേതാവാകുമ്പോൾ ഇത്തരം ഘട്ടങ്ങളൊക്കെ തന്നെ ഉണ്ടാകും എന്നുകൂടി പറഞ്ഞു വെക്കുകയായിരുന്നു നഡ്ഡ. ഏതായാലും വലിയ ബഹളം തുടരുകയാണ് രാജ്യസഭ. ബഹളത്തിനിടയിലും സഭാ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്ന ചെയർ ഏതായാലും ഇപ്പോൾ സഭ അവസാനിച്ചിരിക്കുന്നു. 12 മണിവരെ രാജ്യസഭ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ലോക്സഭയിലും സമാനമായ രീതിയിൽ ബഹളമുണ്ടായി. സഭ സമ്മേളിച്ച ഉടൻ തന്നെ ലോക്സഭയും നിർത്തിവെക്കുന്നതാണ് കണ്ടത്. പ്രത്യേകിച്ച് ലോക്സഭയിൽ ഇന്ന് 12 മണിക്കാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ രാവിലെ സഭ ആരംഭിച്ചപ്പോൾ തന്നെ അമിത്ഷാ എവിടെ എന്ന ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസത്തിന് സമാനമായി ഇന്നും പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചു. ഒപ്പം തന്നെ ഡൽഹി പോലീസ് നടപടിയിൽ അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന ആവശ്യത്തിലും ഉറച്ചു നിൽക്കുകയാണ്. ഇതേ തുടർന്ന് ലോക്സഭയും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. സ്വാതി.